10/33/68 ഒരു മണൽ ലോറി ആണെന്ന് തോന്നുന്നു. അത് പാസ് ചെയ്തിട്ടുണ്ട്. പെർമിറ്റ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ചായക്ക് പറയണോ? എനിക്കിപ്പോ ചായ ഒന്നും വേണ്ട. മുറുക്കണോ? ഞാനിപ്പോ ഒന്ന് മുറുക്കാനോ കുടിക്കാനോ ഒന്നല്ല. നിങ്ങൾ പിടിച്ചകത്തിട്ടിരിക്കുന്ന ഡ്രൈവർ സുധീഷിനെയും വണ്ടിയും വിട്ടുകിട്ടാനാ. അതിനിപ്പോ എന്താ വേണ്ട വെച്ചാല് നിർമ്മലേ, നീ വായിക്കാൻ ഒരു 8 പിടിയും കിട്ടാത്ത ചെറുകഥ എഴുതുന്ന പോലെ ചാർജ് ഷീറ്റ് എഴുതരുത്. കയ്യക്ഷരത്തിന് മോശമായാലും വകുപ്പും പോയിന്റ്സും കൃത്യമായിട്ട് വരണം. അല്ലെങ്കിൽ കേസ് കോടതിയിലെത്തുമ്പോ കേസെടുത്ത പോലീസുകാരൻ ഒരു ശശിയായി പോകും. ഇല്ല സാർ, വ്യാജ രജിസ്ട്രേഷൻ ഉള്ള ടിപ്പർ ലോറിയും പാസില്ലാത്ത മണൽക്കടത്തും, അതാണല്ലോ പ്രധാന പോയിന്റ്. ഞാൻ വായിക്കാം സാർ. 15/10/2006 ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് പയ്യന്നൂർ തളിപ്പറമ്പ് റോഡിൽ KL 10A30 എഴുതി ഒഴുക്ക ഞാൻ വായിച്ചു നോക്കിയിട്ട് ഓനെ കൊണ്ട് ഒപ്പുവെക്കും. അപ്പോ മണികണ്ഠനെന്താ പറഞ്ഞു വന്നത്? സാറിന് കേസാക്കാതെ വണ്ടിയും ഡ്രൈവറെയും വിട്ടുവന്നാ. ഞാൻ കേക്കാഞ്ഞിട്ടല്ല, നടക്കാഞ്ഞിട്ടാ. നടക്കൂലോ. നിങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോ ഞാൻ ചിന്തിക്കും, എൻ്റെ കുട്ടപ്പാ, ഇവരിത്രയും കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് എനിക്കത് നടത്തി കൊടുക്കാൻ പറ്റണില്ലല്ലോ, ഇനിയിപ്പോ എന്താക്കും എന്നൊക്കെ. പിന്നെ ചിന്തിക്കും, നിങ്ങൾ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത് അത്യാവശ്യന്റെ നിലയിൽ കിടക്കുന്ന അച്ഛനെ ആശുപത്രിയിലാക്കാനുള്ള സഹായം ചോദിച്ചിട്ടുണ്ടോ അല്ലല്ലോ. ഇമാതിരി കള്ള കഴിവേറി മക്കൾക്കുള്ള വക്കാലത്തും കൊണ്ടല്ലാതെ ഈ നാട്ടിലേക്ക് എന്തെങ്കിലും ഒരു കണ്ട കാര്യം പറഞ്ഞ് ഇടക്കൊക്കെ ഇങ്ങോട്ട് വാടോ മണിയണ്ട. ഒന്നല്ലെങ്കിൽ നീയുണ്ടോ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റോ വെടിക്കെട്ട് കമ്മിറ്റി പ്രസിഡന്റോ അങ്ങനെ ഏതാണ്ടെന്നല്ലോ പറഞ്ഞത്. സാറിനെ കളിയാക്കാന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതത്ര നിസ്സാര കാര്യമല്ല. അല്ലല്ലോ. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന വളപട്ടണം പുഴയിലെ അനധികൃത മണൽ കടത്ത്, നിയമലംഘനം, പാരിസ്ഥിതിക പ്രശ്നം നിസ്സാര കേസല്ല. നിർമ്മല ശരിക്കെഴുതല്ലേ? ഓരെഴുതുണ്ട്. ഇപ്പൊ മണിയണ്ട സാറ് കളിക്കുന്ന തീക്കളിയാ. മണിയണ്ട, നീ ഇപ്പൊ പോവാണെങ്കിൽ ജാമ്യം എടുക്കാൻ ആളന്വേഷിക്കേണ്ടി വരില്ല. അതിന് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ നിന്നെ ഞാൻ പിടിച്ചകത്തിടും. പിന്നെ പോണെങ്കിൽ ആളും നികുതിയടച്ച കടലാസും വേണ്ടി വരും. നിർമ്മലേ, നീ ഇത് 2 വരെ കോപ്പി അടിച്ച് കളിക്ക. ഇതിന് കയ്യക്ഷരത്തിന് മാർക്കില്ല കേട്ടോ. തീർന്നു സാർ, ഞാൻ വായിക്കാം. 15/10/2006 ബുധനാഴ്ച. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡ്രൈവർ സുധീഷ് സാറിനെയാണ് വായിച്ചു കേൾപ്പിക്കേണ്ടത്. ഇതൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഓനെ കൊണ്ട് ഒപ്പുവെപ്പിക്കാൻ. ഓനൊപ്പ് വെക്കും, അല്ലെങ്കിൽ ഓൻ്റെ മേറ്റുമുടി കെട്ട് ഞാൻ ശീലി വെക്കും. ഓനെ സുധീഷേ ഒപ്പിടാണ്ട. ഈ SI സാറ് വെറുതെ പുലിവാല് പിടിക്കാനുള്ള പുറപ്പാടാ. ഡ്രൈവർ സുധീഷ് വെറും മണൽ മാഫിയക്കാരൊന്നുമല്ല, ഞങ്ങളുടെ പ്രവർത്തകനാ. പിന്നെ MLA TVയിലുണ്ട്. ഈ ഒരു നിസ്സാര കാര്യത്തിന് MLA ഇങ്ങോട്ട് വരുത്തണ്ടെന്ന് കരുതിയിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. കണ്ട MLA ചന്ദ്രഹാസൻ സാറാ. ഹലോ ചന്ദ്രേട്ടാ, ഈ പഹയൻ ഒടുക്കത്തെ ജാട ചന്ദ്രേട്ടാ. ചന്ദ്രേട്ട കാര്യം ഞാൻ പറഞ്ഞതാ. MLA അല്ല ഓന്റെ അപ്പം വന്ന് പറഞ്ഞാലും വിടൂലെന്നാ ആ 4 അടി 4 ഇഞ്ച് പൊക്കമുള്ള തെണ്ടി പറഞ്ഞത്. ഏയ്, വണ്ടി വിട്ടില്ല എന്ന് മാത്രമല്ല, പറയാൻ വന്ന് എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയെന്നോ? ഒന്ന് വേഗം വാ ചന്ദ്രേട്ടാ, ഇല്ലെങ്കിൽ കള്ളക്കേസ് എഴുതി എന്നെയും പിടിച്ചകത്തോടുന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ ചന്ദ്രേട്ടാ, ഇന്ത്യ SIക്ക് ലോകം തിരിഞ്ഞിക്കില്ല. MLA ചന്ദ്രഹാസൻ സാർ കേരള രാഷ്ട്രീയത്തിൽ ആരാന്ന് കണ്ണൂര് പുള്ളന്മാർക്ക് അറിയാം. എന്നിട്ടും SIക്ക് മനസ്സിലാക്കില്ല. അതിപ്പം മനസ്സിലാക്കിക്കോളും. മൂപ്പറി കത്തിക്കോട്ടെ. ഇരുത്തല്ലേ എന്നെ പിടിച്ച് ലോക്കപ്പിലിടറി കാണാലോ. വളവട്ടണം പുഴയിലും മണല് ആരുടെ അപ്പനും കൊണ്ട് നിറച്ചല്ല, അത് കയ്യൂക്കുള്ള വാരി കച്ചവടം ചെയ്യും. അതിന്റെ SIയോ ഓന്റെ അച്ഛനോ വിചാരിച്ച തടയാൻ പറ്റൂല. എന്നോട് പറഞ്ഞിട്ട് ഞാനിപ്പോ എന്താക്കുവാനാടോ? ഇഞ്ഞെന്താക്കുവാനാന്നോ? ഇഞ്ഞല്ലടി ഇവിടെ കുത്തിരി ഇങ്ങനെ എന്തെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പേരിലും ചാർജ് ഷീറ്റ് എഴുതടി, എഴുത്. നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും മാഷേ. അപ്പോ അത്ര മര്യാദ കാണിക്കല്ലേ. MLA വരുന്നു എന്നറിയുമ്പോ മാത്രം മര്യാദക്കാരിയാവല്ലേ. എന്റെ പേര് ചാർജ് ഷീറ്റ് എഴുതറി. ഞാൻ സ്റ്റേഷനിൽ കയറി വന്ന് നിങ്ങളുടെ കൃത്യനിർവഹണം ഒലത്തിക്കളഞ്ഞു എന്നോ?
നിന്നോട് അപമര്യാദയായി പെരുമാറിയെന്നോ നിന്റെ അമ്മനെ ബലാത്സംഗം ചെയ്തെന്നോ? പട്ടി കഴിവേറി മോനെ. അറിയില്ല നിനക്കെന്നെ. ഒരൊറ്റ ഇടിക്ക് നിന്റെ മൂക്ക് പോലെ ഞാൻ തകർത്ത് കളയും. ആ മൂലയ്ക്ക് പോയിരിക്കണം പന്നി. ഇത് എന്താണ് നിർമ്മലേ? ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനല്ലേ? പോലീസിന്റെ സമീപനത്തിൽ കാര്യമായ മാറ്റം വേണമെന്ന് മന്ത്രി പോലും പറയുമ്പോ ഇങ്ങനെ അതിഥികളോട് പെരുമാറാ? സോറി സാർ. ആ മണിയണ്ട, നീ നിർമ്മല പറയുന്ന കേട്ട് മൂലക്കിരിക്കാനൊന്നും നിൽക്കണ്ട. നീ ഇവിടെ നിൽക്കാൻ വേണ്ട, ഇറങ്ങിപ്പോയിക്കോളോ. താനെന്താ പേടിപ്പിക്ക? അത്ര പേടിയുള്ള ഒരുത്തനാണ് നീയെങ്കിൽ ഇമാതിരി തന്തയില്ലാത്തരം പറഞ്ഞ് ഇങ്ങോട്ട് വരുമായിരുന്നില്ലല്ലോ. നിനക്ക് പേടിയില്ല, നാണമില്ല. ഒരു ഇത്തിരിയെങ്കിലും നാണുണ്ടെങ്കിൽ ഇത്രയെങ്കിലും കേട്ടാൽ ഇറങ്ങി പോകൂലേ? ഇല്ല, എനിക്ക് നാണമില്ല. എനിക്ക് നാണം തീരെയില്ലടാ. ഇതാ മണിയണ്ടാ, എന്താടാ ഇനി മുണ്ടയക്കണോ? അയക്കാടാ. കുറെ കാലായി നീ തുടങ്ങിയിട്ട്. അയിത്ത ജാതിക്കാരന് അധികാരം കിട്ടിയ പോലെ നിന്റെ കളി ഞാൻ ഇന്ന് അവസാനിപ്പിച്ചിരടാ. സംവരണത്തിൽ കയറിയ സുകുമാര. യാരാണ്ട? സുരേഷ് ഗോപിയ. MC മണികണ്ഠനെ തടഞ്ഞു വെക്കാനും തുണിയിലാണ്ട് നിർത്താനും യാരാണ്ട? സിനിമാ നടൻ സുരേഷ് ഗോപിയ. ഈ കുപ്പായ ഊരി വെച്ച് വേറെ വല്ല പണിക്കും പോകേണ്ടി വരും നിനക്ക്. നിന്ന് പോകണ്ട, കുപ്പ എടുത്തറ. എവിടെയാണോ ആ സുധീഷിന്റെ പേരുള്ള ചാർജ് ഷീറ്റ്? എവിടെയെന്ന്? നിർമ്മല, ചാർജ് ഷീറ്റ് നിനക്കെന്താ അതെടുത്താ പൊന്തൂലേ? നിന്ന് കൽപ്പിക്കാണ്ട് എടുത്തിട്ട് വേണം. 15/10/2006 ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് അമ്മായിയമ്മയുടെ എന്തപ്പ സാറിന് ജനപ്രതിനിധികളോട് നിനക്കൊക്കെ പുച്ഛാണല്ലടാ. ആ പുച്ഛ ഞാൻ മാറ്റി തരാടാ സുകുമാര. എനിക്കൊരു പുച്ഛമില്ല സാർ. പക്ഷെ സാറിനെ പോലുള്ളവർ നിയമത്തെ ഇങ്ങനെ പുച്ഛിക്കരുത് സാർ. നിയമം തന്നെ പോലുള്ള SI മാർക്ക് നടപ്പിലാക്കാൻ നിയമം ഇവിടെ വേറെ എത്ര കിടക്കണ്ടോ? നാഷണൽ ഹൈവേയുടെ ഏതെങ്കിലും വളവിൽ ഒളിച്ചിരുന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിക്കുന്ന പിള്ളമാരെ തടഞ്ഞു വെക്കാൻ ചാർജ് ചെയ്യാം. വേണമെങ്കിൽ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തുന്നതിൽ കിടന്നുറങ്ങുന്ന പിച്ചക്കാരെ അടിച്ചോടിക്കുക, വേശ്യ പെണ്ണുങ്ങളെ ഓടിച്ചിട്ടടിക്കുക. അത്രയൊക്കെ മതി. അല്ലാതെ എന്റെ ആളുകളുടെ നെഞ്ചത്തോട്ട് കയറി നിന്റെ നിയമത്തിന് കഴപ്പ് മാറ്റണ്ട. മനസ്സിലാകടാ? സോറി സർ, എന്റെ അധികാര പരിധി എന്താണെന്ന് എനിക്കറിയാം. ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഡ്രൈവർ സുധീഷിനെയും അവനോടിച്ച മണൽ ലോറിയും ഞാൻ കസ്റ്റഡിയിൽ എടുത്തെങ്കിൽ ഞാൻ വിട്ടുതരില്ല സാർ. കേട്ടില്ല മണികണ്ഠ, ഇത് പ്രശ്നം നീ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാ. അയിത്ത ജാതിക്കാരൻ അധികാരം കിട്ടിയതിന്റെ ഹുങ്ക്, മേൽജാതിക്കാരനുള്ള കർവ്, കോംപ്ലക്സ്. എടോ, ഡ്രൈവർ സുധീഷ് ഒരു നായരായി പോയതാണല്ലോ നിന്റെ പ്രശ്നം. സാർ, വെറുതെ തെറ്റിദ്ധാരണ സംസാരിക്കരുത്. ശരിയായ ധാരണയുടെ പുറത്ത് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ പലരും പറയാറുണ്ട് നിന്റെ കീഴ്ജാതി കോംപ്ലക്സിനെ കുറിച്ച്. എടോ, തന്റെ കപ്പനപ്പൂപ്പന്മാര് പണ്ടേതോ കാലത്ത് മേൽജാതിക്കാരിൽ നിന്ന് അടിയും ഇടിയും ആട്ടും തുപ്പൊക്കെ കൊണ്ടുണ്ടെങ്കിൽ അത് അന്ന് കഴിഞ്ഞില്ലടോ, അതിനിപ്പോഴാണ്. അല്ലെങ്കിൽ തന്നെ ആ തമ്പുരാക്കൾ വെച്ച് നീട്ടിയത് നക്കി തിന്നിട്ടല്ലടാ നിനക്കൊക്കെ ഇങ്ങനെ നടുവ് നിർത്തിക്കാനുള്ള യോഗം ഉണ്ടാവുക. സാർ ഈ സംസാരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. മാത്രമല്ല അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല സാറ്. കണ്ട സത്യം പറഞ്ഞപ്പോ ഇവന് പൊള്ളി. ഇതിന്റെ ശരിക്കുള്ള കഥ എന്താണെന്നറിയോ? ഈ പറഞ്ഞ ഡ്രൈവർ സുധീഷിന്റെ ഇളയച്ചൻ രാമനുണ്ണിയാര് പണ്ടിവന്റെ അച്ഛൻ മലയങ്കോരപ്പനെ തല്ലിയിട്ടുണ്ട്. അതിന്റെ വൈരാഗ്യ. സാറേ, ഇതൊന്നും എനിക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ്. മാത്രമല്ല ഈ ഡ്രൈവർ സുധീഷ് ഒരു നായരാണെന്ന് അറിയുന്നത് പോലും ഇപ്പോഴാണ്. പോടാ പോലീസേ. എടാ, ഇന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പഠിച്ചിട്ട് തന്നെയാടാ ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ വേറൊന്നുകൂടി കേട്ടാ, സംഭവം കുറച്ചേ പണ്ടിവന്റെ അച്ഛമ്മ കാളിമലയെത്തിയായിട്ട് രാമനുണ്ണിയാർക്ക് ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അത്ര ഞാൻ പന്നി കോംപ്ലക്സ് നിനക്കൊക്കെയാടാ. നിന്റെയൊക്കെ തറവാട്ട് വകയായിരുന്ന അധികാരം ഒരു മലയെ പ്രവർത്തിക്കുന്നത് കാണുമ്പോഴുള്ള കോംപ്ലക്സ്, അല്ലെങ്കിൽ നിന്റെയൊക്കെ തന്തയില്ലാത്ത നാറിയ രാഷ്ട്രീയ കച്ചവടത്തിന് ഞാനൊന്നും കൂട്ടു നിൽക്കാത്തതിന്റെ പേരിലുള്ള ചൊറിച്ചില്. നീ ആരുടെ ദേഹത്തെ കൈവച്ചതറിയോ? കരിഞ്ചന്തക്കാരുടെ മണൽ മാഫിയക്കാരുടെ തീട്ടം നിന്ന് ജീവിക്കുന്ന രണ്ട് പരനാരികളുടെ ദേഹത്ത്. ആരുടെ പേര് നീ ഇവിടുന്ന് വിളിക്കാൻ പോണില്ലടാ. തൊള്ള തുറന്നപ്പോൾ തല്ലും ഞാൻ രണ്ടിനെ. എന്റെ കുപ്പായി ഉരിപ്പിച്ച് എന്നെ മറ്റേ പണിക്ക് വിടുവല്ലടാ.
അതിനുമ്പ് ഊരണ രണ്ടുപേരും കുപ്പായം. ഊരണ കഴിവരുടെ മക്കളെ കുപ്പായം. ഊരണ കുപ്പായം. നാളെ നീയൊക്കെ കൂടി എന്നെ എന്തുണ്ടാക്കിയാലും ഇന്ന് ഞാൻ സബ് ഇൻസ്പെക്ടർ സുകുമാരനടാ. നിയമം നടപ്പിലാക്കാനാണെന്ന് ബോധ്യമുള്ള സംഭരണ പോലീസ് മിന്നൽ സുകുമാരൻ. അടിക്കടാമുണ്ട്.